ഇരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യോഗ അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് അറിയുന്നവരാണ് ഓരോരുത്തരും. കാരണം യോഗയ്ക്ക് മുന്നേയും പിന്നെയും രണ്ട് ജീവിതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ യോഗ ഞങ്ങൾ എല്ലാവരും മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രചരിപ്പിക്കാനായി തന്നെ ജീവിതം മാറ്റി വെച്ച് വന്നിരിക്കുന്നത്. അതെല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു വലിയൊരു മിഷനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ എനിക്കും അതൊരു വലിയ സന്തോഷമാണ്. നമ്മളുടെ എല്ലാം ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സ്വാസ്ഥ്യം, നമ്മളുടെ മനസ്സ്, നമ്മളുടെ എഫിഷ്യൻസി, ഈ ഒരു ബർത്തില് നമ്മളുടെ ഏറ്റവും കഴിവിനെ ഏറ്റവും നന്നായി കൊണ്ടുവരാൻ, അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ വരാനായിട്ട് യോഗ സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ വ്യക്തിക്കും മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹം എത്ര നല്ലതായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും അവരവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ ആ ഒരു രീതിയിൽ യോഗ എല്ലാവരിലേക്കും എത്തട്ടെ. അതിന് ഈ ഓരോ യോഗാ ദിനവും അതിനെ കൂടുതലായി സഹായിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും. ശ്രീ സഞ്ജയ് ആനന്ദ്, പൂർത്തിയാക്കാനുള്ളത് എന്താണ്? യോഗയിലേക്ക് ഇതുവരെ വന്നവർ അവരുടെ അനുഭവം പറഞ്ഞു കഴിഞ്ഞു. ഇനി വരാനുള്ളവരോട്, ഈ ഒരു പുതിയ ലോകത്തേക്ക് എത്താൻ പോകുന്നവരോട് എന്താണ് പറയാൻ? യോഗയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് എത്താൻ സാധിക്കാത്ത പല ആൾക്കാരെ അറിയാം. ചിലർക്ക് യോഗ എന്ന് കേൾക്കുമ്പോഴേ ഭയമാണ്. ഭയം ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാല് പല കാര്യങ്ങളിലും അവർക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നവർ അവർ ചിന്തിക്കുന്നു, ഭക്ഷണം ഞാൻ കൺട്രോൾ ചെയ്യണം, പല ശീലങ്ങളും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും, അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ. ശരിക്കും അവയർനെസ്, ഈ അവബോധമാണ് ഏറ്റവും പ്രധാനമായിട്ട് യോഗയിൽ വേണ്ടത്. എൻ്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഞാൻ കഴിക്കുന്ന ആഹാരം എന്താണ്, ഞാൻ കുടിക്കുന്ന ജലം എന്താണ്, എൻ്റെ വസ്ത്രം ഇങ്ങനെയുള്ളതാണ്, ഒരു ക്ലീൻനെസ് അല്ലേ, എൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് ഞാനൊരു ശുചിത്വം ഉണ്ടാക്കിയെടുക്കുക, കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടെ. നമ്മൾ ആഹാരം കഴിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കി. പൊതുവെ മലയാളികൾ ആഹാരം കഴിക്കുന്നത് വളരെ ടൈം തെറ്റിയ ആഹാരം കഴിക്കുക. വൈകുന്നേരത്തെ ആഹാരം, ശരിക്കും നമ്മൾ ആഹാരം കഴിക്കേണ്ട സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ടൈം മാത്രമേ ആഹാരം കഴിക്കാനുള്ളൂ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യ അസ്തമിക്കുന്ന വരെയുള്ള ടൈം. എല്ലാ പക്ഷിമൃഗങ്ങളും അങ്ങനെയാണ് കഴിക്കാറ്. പക്ഷെ മനുഷ്യൻ കഴിക്കുന്നതിന്റെ ടൈം വളരെ തെറ്റാണ്. വൈകിട്ട് 7 മണി 7:30 അതിനപ്പുറം പോകരുത് ആഹാരം കഴിക്കാൻ, ഡിന്നർ കഴിക്കുന്ന സമയം. പക്ഷെ പൊതുവെ എല്ലാവരും കഴിക്കുന്നത് 10 മണിയാണ്. ഞാൻ പലരെയും എന്നെ നോക്കിയിട്ടുണ്ട്, പലരുടെയും സംസാരിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മൾ മലയാളികൾ എല്ലാവരും കഴിക്കുന്ന ആഹാരത്തിന് ടൈം 10 മണിയാണ്. ശരിക്കും ആ സമയം എന്ന് പറയുന്നത് ദഹനത്തിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയം, അതായത് ഉറങ്ങേണ്ട സമയത്താണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഈ റെസ്റ്റിന്റെ സമയത്താണ് നമ്മുടെ ശരീരത്തില് മെയിൻ്റെനൻസ് നടക്കുക. ആ സമയത്ത് നമ്മൾ ഉറങ്ങുന്നുമില്ല, ഉറക്കം വളരെ കുറയുന്നു, കഴിച്ച ആഹാരം ദഹിക്കാൻ സമയം കൊടുക്കുന്നില്ല, വേണ്ട ന്യൂട്രീഷൻസ് ബോഡി അബ്സോർവ് ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കുന്നില്ല. ടോട്ടലി താളം തെറ്റി. അപ്പൊ പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചാൽ വൈകുന്നേരത്തെ ആഹാരവും ഉറങ്ങുന്ന സമയം കൃത്യമായിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് പൊതുവെ ഉള്ള ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഡിസീസ്, നേരത്തെ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഡിസീസുകളെല്ലാം നമുക്ക് കഴിവതും ഒഴിവാക്കാം. ഉള്ളിൽ ടോക്സിൻസ് അടിയാതിരിക്കും. വേണ്ട രൂപത്തിൽ ആഹാരം ദഹിക്കുകയും ടോക്സിൻസ് അല്ലെങ്കിൽ വേസ്റ്റ് പുറത്തു പോവുകയും ചെയ്താൽ ശരീരം ശുദ്ധമായി. ശരീരം ശുദ്ധമായാൽ അയാളുടെ ആരോഗ്യം ബെറ്റർ ആവും അല്ലെ? അപ്പൊ അവയർനെസ് ആണ് യോഗ എന്ന് പറയുമ്പോൾ. ശരിക്കും അവയർനെസ് ആണ്, അവനവനെ കുറിച്ചുള്ള അവയർനെസ്, സമൂഹത്തെ കുറിച്ചുള്ള അവയർനെസ്. അതിലേക്ക് എല്ലാവരെയും നമ്മൾ എത്തിക്കുക. തീർച്ചയായും യോഗ എന്ന മാർഗത്തിലൂടെ അതിലേക്ക് എല്ലാവരെയും എത്തിക്കുക. തീർച്ചയായും യോഗ വലിയൊരു അവബോധം തന്നെയാണ്. ഇവിടെ അതിഥികൾ പറഞ്ഞതുപോലെ യോഗയിലൂടെ ലോകത്തിന് വീണ്ടും ഒന്നിക്കാം. വീണ്ടും ഒരു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ആ സന്ദേശം തന്നെയാണ് വീണ്ടും പങ്കുവെക്കുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ സനിയ CK, ശ്രീ മനോജ് നെയ്തശ്ശേരി, ഡോക്ടർ അശ്വതി വി നായർ, ശ്രീ R സഞ്ജയ് ആനന്ദ്, ഒപ്പം ശ്രീമതി ശ്രീജ ദീപക് ഈ വിഷയത്തിൽ ഇത്രയും നേരം വിശദമായി സംസാരിച്ചതിന്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.